എന്താ നന്ദിനി? അല്പെങ്കിലും മനുഷ്യത്വമുണ്ടോ നിങ്ങക്ക്? എന്താ? ഈ കുടുംബത്തെ ഒരാൾക്കും ഇഷ്ടമല്ലാന്നിട്ട് പോലും 24 മണിക്കൂറും വിവേകിന്റെ കൂടെ നടക്കല്ലേ സൂര്യ സാറ്? ആ സൂര്യ സാറിനും സൂര്യ സാറിന്റെ കുടുംബത്തിനും ദോഷം വരുന്ന ഒരു കാര്യം ചെയ്യരുതെന്ന് വിവേകിന് തീരുമാനമെടുത്താൽ എന്താ? അല്ല നന്ദിനി, മിണ്ടിപ്പോരുത്. കൂട്ടുകാരനെന്ന വാക്കിന്റെ അർത്ഥമേ കൂടെ കള്ളു കുടിക്കുന്നവനല്ല. എന്ത് വൃത്തികേട് ചെയ്താലും അതിൽ പങ്കു പറ്റുന്നവരും അല്ല. സ്വന്തം കൂട്ടുകാരനൊരു തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അത് തിരുത്താൻ അറിയണം. അയാള് ജീവിക്കുന്ന കുടുംബത്തിന്റെ അന്തസ്സ് തിരിച്ചറിയാൻ പറ്റണം. നിങ്ങൾക്കൊന്നും അത് പറഞ്ഞിട്ടില്ല. നന്ദിനി, അവനെ ഞാനങ്ങനെ നോക്കിയിട്ടില്ലെന്ന് പറയരുത്. പിന്നെ കള്ളു കുടിച്ച കാര്യം, അവനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എനിക്കത് തിരുത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? തിരുത്തണ്ട. പക്ഷെ വിവേകിന് കുടിക്കാതിരിക്കാൻ പറ്റുമല്ലോ. എന്നിട്ട് എന്താ ഈ കാണിച്ചു കൂട്ടുന്നത്? അവിടെ സാറിന്റെ വേഷം കെട്ട് മുഴുവൻ കണ്ടു നിൽക്കുന്നവരുടെ ഉള്ളിലെ ഇതൊരു തമാശയല്ല. പത്മ മാഡവും വന്ദന മാഡവും ഉദയശങ്കർ സാറും ഒക്കെ വലിയ ദേഷ്യത്തിൽ നിൽക്കുക. അത് തിരിച്ചറിയാതെയാ സാർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നൊക്കെ. എന്തിനാ വിവേക ഇത്? നിങ്ങൾക്കൊക്കെ ഇതൊരു രസമായിരിക്കും. പക്ഷെ ഇത് നോക്കി നിൽക്കുന്ന ഞാനുണ്ട്. എന്നെ എന്തു പറയുന്നറിയോ? വേദ മാഡത്തിന്റെ വിവാഹം നടക്കാതിരിക്കാൻ ഞാൻ കരുതിക്കൂട്ടി ചെയ്യുന്നതാണെന്ന്. ഇവിടെ നടക്കുന്ന ഓരോ പ്രശ്നത്തിന്റെ ഉത്തരവാദിത്വം വേറെ ആരും തേടി പോയില്ല. അത് എന്റെ തലയിലേക്കേ വരൂ. അത് സാറിന് നന്നായിട്ട് അറിയാം, വിവേകിന് നന്നായിട്ട് അറിയാം. എന്നിട്ട് ഇങ്ങനെയായി പോകുന്നല്ലോ നിങ്ങള്. സോറി നന്ദിനി, സോറി. ഇതൊന്നും ഒരു സോറിയിൽ അവസാനിക്കുന്ന കാര്യങ്ങളല്ല. മനുഷ്യത്വം കാണിക്കേണ്ടടുത്ത് മനുഷ്യത്വം കാണിച്ചേ പറ്റൂ. അല്ലാതെ ഒരു സൗഹൃദവും എനിക്ക് മനസ്സിലാവില്ല. സൂര്യ സാർ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഇത് കൊളമാക്കാൻ തീരുമാനിക്കുമ്പോ വിവേകിനത് തടയാൻ പറ്റണമായിരുന്നു. ഓരോ ദിവസം വരുമ്പോഴും ആ ദിവസം എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകണമെന്ന പ്രാർത്ഥനയേ ഉള്ളൂ. ഇത്രയും നാളും ഞാൻ സാറിനെ കുടിപ്പിക്കാതെ കൊണ്ടു നടന്നു. പക്ഷെ നിങ്ങൾ വിചാരിച്ച എളുപ്പത്തിൽ സാറിന് അതിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റും. ആലോചിച്ച് നോക്കണം വിവേക്. ഇതിന്റെ പേര് സൗഹൃദം എന്നാണോ? എല്ലാവർക്കും എല്ലാം ആഘോഷിക്കാം. എന്നിട്ട് പിന്നെ എല്ലാരും പറയുന്നൊരു കാര്യമുണ്ട്, നന്ദിനി ഇതൊക്കെ സഹിക്കണം. അതെന്റെ തലവിധി. ഞാൻ സഹിക്കുക, ഇതെല്ലാം സഹിക്കുക. അയ്യേ ഇതെന്തോന്ന്? പത്മാ മേഡത്തിന്റെ കുടുംബം, പത്മാ മേഡത്തിന്റെ ഫാമിലി എന്നൊക്കെ പറഞ്ഞ ഒരു കുറച്ചുകൂടി നിലവാരം പ്രതീക്ഷിക്കില്ലേ? ഇത് ഒരുമാതിരി. സൂര്യ, കുറച്ചു നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കാം. കുറച്ചുകൂടി മര്യാദയ്ക്ക് സംസാരിക്കാം. എത്ര നേരമായാ ഇതൊക്കെ സഹിക്കാൻ തുടങ്ങിയിട്ട്? ഇവനെ വിളിച്ചു വരുത്തണ്ടെന്ന് ഞാൻ നിങ്ങളോട് 100 വട്ടം പറഞ്ഞു. ഇവൻ ഈ അപമാനിക്കുന്നത് ഇവിടെ ആർക്കും മനസ്സിലാവില്ലെന്നാണോ കരുതിയിരിക്കുന്നത്? അപമാനിക്കുകയാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? സന്തോഷം. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് അപമാനിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കിക്കോണം കേട്ടാ. ഏതേ ഈ ഫോട്ടോ എടുക്കൽ കുളമായപ്പോ നിങ്ങൾക്ക് വേദനിച്ചില്ലേ? വേദനിച്ചു. പക്ഷേ എന്റെയും നന്ദിനിയുടെയും ഫോട്ടോ ചുമരിൽ നിന്ന് എടുത്ത് മാറ്റിയപ്പോ നിങ്ങൾക്കാർക്കും വേദനിച്ചില്ലേ? അതിനപ്പോ നീ പകരം വീട്ടുകാരുന്നല്ലേ? അതെ, പകരം വീട്ടുകാരുന്നു. അതെ, അങ്ങനെ ഒരു ഫോട്ടോയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോ ഇവിടെയുള്ള ആരൊക്കെ എന്തൊക്കെ പറയണം? അതും പുറത്തുനിന്ന് കെട്ടിയെടുത്തിട്ടുണ്ടല്ലോ കുറെ എണ്ണത്തിന്. അവരിൽ നിന്ന് ആരെങ്കിലും ഒരെണ്ണം ആ സംഭവം മോശമായി പോയി എന്ന് പറയുന്നത് കേട്ടായിരുന്നോ? കേട്ടാ? ഇല്ല. അതെന്താ? എന്താ? അത് എന്റെയും നന്ദിനിയുടെയും ഫോട്ടോ ആയതുകൊണ്ട് മാത്ര.
അപ്പൊ നിങ്ങൾക്കത് വിലയില്ല, എനിക്ക് നിങ്ങളെയും വിലയില്ല. അത്രേ ഉള്ളൂ, ദാറ്റ്സ് ഓൾ. നിന്റെയോ നിന്റെ വിവാഹത്തിന്റെയോ കാര്യമല്ല, വേദയുടെ വിവാഹത്തിന്റെ കാര്യ. അയ്യോ അയ്യോ, അതെ, വേദയുടെ വിവാഹമാണെങ്കിൽ ആയിക്കോട്ടെ. അതെ, അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. വേദയുടെ വിവാഹം ഞാൻ അംഗീകരിച്ചിട്ടില്ലല്ലോ. ഈ നിൽക്കുന്ന ഇവൻ, എന്താ അവന്റെ പേര്? രഞ്ജിത്ത്. ഇവനെ ഞാൻ വേദയുടെ ഭർത്താവായിട്ടോ അളിയനായിട്ടോ അംഗീകരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ അളിയ? അയ്യോ, അളിയ എന്നെ നോക്കണ്ട. പിന്നെ ഞാൻ ആരോട് ചോദിക്കാൻ? എന്നാ കേട്ടോ, ഇവനെ ഞാൻ അംഗീകരിച്ചിട്ടില്ല. എന്റെ അളിയനായിട്ടോ ഇല്ല. വേദയുടെ ഭർത്താവാകാൻ യോഗ്യനാണോ ഇവൻ? അല്ല. ഈ വീടിനകത്ത് കേറാൻ പോലും യോഗ്യനല്ല.